എല്ലാവർക്കും മാക്സ് ഹോംസ് റിയാലിറ്റിയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. എന്നാണ് മാക്സേ വിശേഷം? റിൻസ, സ്പ്രിംഗ് ആയി, വിന്റർ കഴിഞ്ഞു, പക്ഷേ സ്നോയ്ക്ക് ഒരു കുറവില്ല. അത് ശരിയാ. ഇന്നലെ മുഴുവൻ കുറയിക്കൊണ്ടിരിക്കുവായിരുന്നു. സ്നോ വരുന്നല്ലേ? നമുക്ക് ഒത്തിരി കംപ്ലൈന്റ് ചെയ്യാൻ പറ്റത്തില്ലോ. ഒത്തിരി സ്നോ ഒന്നും നമുക്ക് ഈ വിന്ററിൽ വന്നിട്ടില്ല. ശരിയാ, പക്ഷെ സ്പ്രിംഗ് കഴിഞ്ഞ എല്ലാം കൂടെ ഒരുമിച്ച് വരുന്നുണ്ട്. ഓക്കെ, എനിവേ എനിക്കൊന്ന് ഓഡിയൻസ് ബിസിയാണ്, നമ്മളും ബിസിയാണ്. സോ വി ആർ നോട്ട് വേസ്റ്റിംഗ് ടൈം. നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാമല്ലേ? അതെ 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 അതെ. ഓക്കെ, സോ ഇന്ന് നമ്മൾ ആസ് യൂഷ്വൽ വി വിൽ കവർ ദ മേജർ ഹെഡ്ലൈൻസ് ഇമ്പാക്ടിങ് ദ റിയൽ എസ്റ്റേറ്റ്. റൈറ്റ്. പിന്നെ നമ്മുടെ വീക്ക്ലി ഡാറ്റ അനാലിസിസ്, പിന്നെ ഗ്രൗണ്ട് റിയാലിറ്റി, പിന്നെ മോർഗേജ് റേറ്റിന്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ. ഐ തിങ്ക് മോർഗേജ് റേറ്റ് എനിക്ക് ഒന്ന് രണ്ട് കമന്റ്സ് ഒക്കെ നമുക്ക് കിട്ടിയെന്ന് തോന്നുന്നു. ഇന്ന് കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു സെക്ഷൻ ആണല്ലോ. അതും. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അവർ ഹെഡ്ലൈൻസ്. ഓക്കെ, സോ കഴിഞ്ഞ 2 ആഴ്ചത്തെ ഒരു ഹെഡ്ലൈൻസ് പറയുവാണെങ്കിൽ എന്തൊക്കെയായിരിക്കും? വൺ ഓഫ് ദ മേജർ ഹെഡ്ലൈൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലേഷൻ പ്രിന്റ് ആണ്. അപ്പം ഫെബ്രുവരിയിലെ ഇൻഫ്ലേഷൻ പ്രിന്റ് വന്നു. ഗുഡ് ന്യൂസ്. 2.9 2.8 നമ്മുടെ ഇൻഫ്ലേഷൻ വന്നിരിക്കുന്നതാണ് കാനഡയുടെ. വിച്ച് ഈസ് ആക്ച്വലി സർപ്രൈസിങ്. ആക്ച്വലി നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല. ഇൻട്രസ്റ്റ് റേറ്റ് ഹൈ ആണ്, ഗ്യാസ് പ്രൈസ് ഈ പറയുന്ന പോലെ തിരിച്ച് ബമ്പപ്പ് കയറിപ്പോവാണ്. ബട്ട് ദെൻ സ്റ്റിൽ വി ആർ കൺട്രോളിങ് ഇൻഫ്ലേഷൻ എന്നുള്ളത് വിച്ച് ഇസ് എ വെരി ഗുഡ് ന്യൂസ് ഫോർ എവരിബഡി. മാർക്കറ്റിന് എനിക്കൊന്ന് ഫോർകാസ്റ്റ് തന്നെ ചെയ്തത് എബോവ് 3% ആയിരുന്നു. അതെ. സോ 2.8 ഈസ് സർപ്രൈസിംഗ്ലി ഗുഡ്. എക്സാക്ട്ലി. പക്ഷേ ഇതിനകത്ത് ഇൻഫ്ലേഷൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മുടെ ഷെൽട്ടർ കോസ്റ്റും ഗ്യാസുമാണ് മേജർ റീസൺസ് വൈ ഇറ്റ് സ്റ്റിൽ ഹോൾഡിംഗ് അപ്പ്. എനിക്കൊന്ന് ഇപ്പോഴും ഗ്യാസ് നമ്മൾ ഇന്ന് പുറത്ത് പോയി ഗ്യാസ് സ്റ്റേഷൻ അത്യാവശ്യം കൂടുന്നുണ്ടെന്ന് തോന്നുന്നു. ഇപ്പൊ ഈ മാസവും കൂടുവാണ്. സോ നെക്സ്റ്റ് മന്ത് ഹൗ ഇറ്റ്സ് ഗോണ ബി അഫക്ടിങ് ദ ഇൻഫ്ലേഷൻ പ്രിന്റ് ഈസ് എ മേജർ ഫാക്ടർ ഐ തിങ്ക്. തീർച്ചയായും ഫ്രം ഗ്യാസോലിൻ പ്രൈസ് പെർസ്പെക്റ്റീവ്. ഓക്കെ, ഇപ്പം ബാങ്ക് ഓഫ് കാനഡയുടെ ഇതെടുത്തു കഴിഞ്ഞാലും ഡെഫിനറ്റ്ലി 2.8 എന്ന് പറയുന്ന ഇറ്റ്സ് ഇൻ ദെയർ ടാർഗറ്റ് റേഞ്ച്. Especially, and I think this is a second month, back to back second month we are getting within the target range, right? The inflation print. So in January 2.9 ആയിരുന്നത് ഈ കഴിഞ്ഞ മാസം 2.8 ആയി. ഇനിയിപ്പം April 10th അവരുടെ നെക്സ്റ്റ് അനൗൺസ്മെന്റ് വരുന്നത്. ഓക്കെ, പക്ഷേങ്കിൽ April 10th ഐ ഡോണ്ട് തിങ്ക് മാർച്ചിലെ ഇൻഫ്ലേഷൻ പ്രിന്റ് വിൽ ബി ക്യാപ്ചർഡ്. അപ്പം അത് April 10th കഴിഞ്ഞാൽ June 5th. ഓക്കെ, അപ്പം ഏപ്രിലും മെയ്യുടെയും ഇൻഫ്ലേഷൻ പ്രിന്റ് ഇസ് വെരി ക്രിട്ടിക്കൽ. മാർച്ച് ആൻഡ് ഏപ്രിലിന്റെ ഇൻഫ്ലേഷൻ പ്രിന്റ് ഇസ് വെരി ക്രിട്ടിക്കൽ. എന്നാലേ ജൂണിൽ ഹോപ്പ്ഫുള്ളി വി ഹാവ് എ റേറ്റ് കട്ട്. So that's 2 data points are so crucial. Correct. To BOC to make a decision on the interest rate. So നമുക്ക് എനിക്കൊന്ന് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ അറ്റ്ലീസ്റ്റ് BOCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്കൊന്ന് അവരുടെ ഡെലിബറേഷൻസ് വന്നിട്ടുണ്ടായിരുന്നല്ലേ? ബേസിക്കലി ലാസ്റ്റ് അവർ മീറ്റിംഗിൽ എന്ത് സംസാരിച്ചു, എന്തവിടെ ഇന്റേണലി എന്താണ് ഡിസ്കസ് ചെയ്യുന്നുള്ളത് കുറച്ചുകൂടെ പബ്ലിക്കായിട്ട് അവർ റിലീസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഡെലിബറേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം അവർ കൂടിയപ്പോൾ, അതായത് March 6th അനൗൺസ്മെന്റിൽ അവരെന്തൊക്കെയാണ് ഇന്റേണലി സംസാരിച്ചതെന്നുള്ളത് റിലീസ് ചെയ്തതാണ് ഡെലിബറേഷൻസ് കാണിക്കുന്നത്. അപ്പം അതിന്റെ ഒരു ന്യൂസ് ഹെഡ്ലൈൻ ആണ് എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന് തോന്നുന്നു. സോ ഡെഫിനറ്റ്ലി റേറ്റ് കട്ട്സ് ആർ ഓൺ ദ കാർഡ്സ്. ഗുഡ്. പക്ഷേങ്കിൽ അത് എപ്പോഴത്തേക്കാണെന്നുള്ളത് ഈവൻ അവർക്കും ഇപ്പം തീർച്ചയായും പറയാറായിട്ടില്ല. പക്ഷേ നമ്മുടെ അടുത്ത 2 മാസത്തെ ഇൻഫ്ലേഷൻ പ്രിന്റ് ഇസ് വെരി ക്രൂഷ്യൽ ഇൻ മേക്കിംഗ് ദാറ്റ് ഡിസിഷൻ. റൈറ്റ്. Inflation data and the jobs data, and also the GDP. We grew by 1%, but that is also impacting. Okay. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മുടെ BOC റേറ്റ് കട്ടിന്റെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ എക്കോണമി പെർഫോം ചെയ്യുന്ന പോലെ തന്നെ US-ന്റെ എക്കോണമിയുടെ പെർഫോമൻസും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം US-ന്റെ ഇൻഫ്ലേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വെന്റ് ബൈ 1 point ഫ്രം 3.1 to 3.2 ആയി. ഫെബ്രുവരി മാസത്തെ അല്ലേ? ഫെബ്രുവരി മാസത്തെ ഇൻഫ്ലേഷൻ. ഓക്കെ. സോ നമ്മുടെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഡോളർ വാല്യൂവിൻ്റെ ഒക്കെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഡിപ്പെൻഡൻസി കാരണം BOCക്ക് they are also limited in cutting rates. Okay. They can't diverge much from
Fed's. Okay. Yeah, അതായത് യുഎസിലെ ഇൻട്രസ്റ്റ് റേറ്റിന്റെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ BOC ഇൻട്രസ്റ്റ് റേറ്റ് ഒത്തിരി സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ചേഞ്ച് വരാൻ പറ്റത്തില്ല. ഏകദേശം ഒരേ ട്രെൻഡിലൊക്കെ പോകേണ്ടി വരും അല്ലേ? സോ ബേസിക്കലി BOC ഈസ് ലുക്കിംഗ് അറ്റ് ദ ഫെഡ് to see what they are talking about the interest rate cuts. Yeah. So that will also impact the BOC's decision. Exactly. Okay. So good news എന്ന് പറഞ്ഞാൽ even though US economy inflation 3.2 ആണെങ്കിലും their economy is strong. Yeah. So they came out and said that they are planning to cut at least 3 interest rate this year. Oh, okay. Which is BOC നമ്മുടെ Canadian BOCക്ക് it's a good news that they are lowering the rates this year. That means നമ്മുടെ BOC can also go ahead and lower the rates. Yeah. I think electionum വരുന്നുണ്ട്. So 2025 like election വരുന്നുണ്ട്. So we are definitely looking forward to the major banks to start cutting the interest rates very soon. Correct. And make the affordability more better. Exactly. Yeah. So next session is all about data, right? Data. Yeah. So നമുക്ക് monthly data, I think this month data, next video നമുക്ക് share ചെയ്യാൻ പറ്റുമായിരിക്കും. By end of the month, I think we will get the TRREB data for the month of March. But weekly trend നമ്മളിപ്പം സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, if you look at the graph, there is certainly certainly some change that you can figure it out from the graph. So if you see the active listings for the week ending 23rd March, which is nothing but the 24th, നമ്മൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 24th മാർച്ചിൻ്റെ എന്നുള്ള ഒരു ഡേറ്റയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. This is touching, active listings 14K573 ആയി. അതെ. So basically it's a more than 1K change from the last, the week that we reported on 9th March. If you see the 9th March, it was 13K333, and now it is sitting at 1400,573. Correct. So that's a major bump in the active listings. Yeah. New listings നോക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. So to more than 200 active listings കൂടുതലാണ് 9th March ഡേറ്റ ആയിട്ട് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. So right now it is sitting at 3,389. Correct. And if you look at the sales data, so that is the major factor, right? So നമ്മൾ ആക്റ്റീവ് ലിസ്റ്റിംഗ്സ് കൂടുന്നുണ്ട്, ന്യൂ ലിസ്റ്റിംഗ്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ സെയിൽസ് വന്നിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ബട്ട് സെയിൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഹോവറിങ് അറൌണ്ട് 1,500. Correct. So basically sales ഒത്തിരി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം ന്യൂ ലിസ്റ്റിംഗ്സ് കൂടുന്നു, അതുപോലെ തന്നെ ആക്റ്റീവ് ലിസ്റ്റിംഗ്സും കൂടുവാണ്. Just to recap, where we were in the month of February, by mid ഒക്കെ നോക്കുമ്പോഴത്തേക്ക് 11K ഒക്കെയാണ് നമ്മുടെ ആക്റ്റീവ് ലിസ്റ്റിംഗ്സ്, which is now has become 14K573. So that's it's gradually increasing the active listings. So നമ്മളിതാണ് നമ്മുടെ വീക്ക്ലി ഡേറ്റയിൽ ഒരു ചേഞ്ച് നമ്മൾ കാണുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനേക്കാൾ ഒരു ചെറിയൊരു ചേഞ്ചാണ്. സോ ഈസ് ദാറ്റ് റിയലി ഹാപ്പനിങ് ഇൻ ദ ഗ്രൗണ്ട്? വാട്ട് ഡു യു സീ? എന്താണ് ശരിക്കും അത് നമുക്കത് വ്യക്തമായിട്ട് നമുക്കത് കാണാൻ പറ്റുന്നുണ്ടോ ആ ഒരു ചേഞ്ച്? അതെ, തീർച്ചയായും. സോ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ സംസാരിക്കുകയാണെങ്കിൽ there's more listings there. ആൾക്കാർ it's even the market is balanced, buyers or more buyers are coming into the market. I think they have more options. അപ്പം ഇപ്പം തന്നെ നമ്മുടെ ടീമിൻ്റെ ഒരു ലിസ്റ്റിങ്സിനകത്ത് എന്താ കണ്ടതെന്ന് വെച്ചാൽ, property was listed at 109.50K, but then we had about 40 showings. And we only received one offer, and that offer was $50,000 less than what seller wanted. Okay. Apam basically traffic undu, പക്ഷേങ്കിൽ we are not getting, the seller is not getting what they are expecting. Yeah. And so there is less number of offer being registered. And less sales are happening. ഇപ്പോൾ നമ്മുടെ ഡേറ്റ നോക്കിക്കഴിഞ്ഞാലും സെയിൽസ് ആക്ച്വലി 20 ബൈ വീക്കിലി എടുത്തു കഴിഞ്ഞാൽ സെയിൽസ് കുറവായിരുന്നു. ഓൾമോസ്റ്റ് 20 സെയിൽസ് കുറവാണ് ബൈ വീക്കിലി നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേങ്കിൽ ആക്റ്റീവ് ലിസ്റ്റിംഗും ന്യൂ ലിസ്റ്റിംഗും ഇസ് ഗോയിങ് അപ്പ്. So definitely it's in a balanced market, but no much transactions are happening. Okay. So നമുക്ക് സാധാരണഗതിയിലുള്ള സ്പ്രിംഗ് മാർക്കറ്റ് കാണുന്ന ഒരു അപ്റ്റിക് ഒന്നും, from the sales perspective നമുക്ക് കാണാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു അല്ലേ? Correct.
ഇതുവരെയും കാണാൻ പറ്റുന്നില്ല. ബട്ട് യുനോ ഇനിയിപ്പം സ്നോ വന്നോണ്ടാന്നോന്ന് എനിക്കറിയത്തില്ല. That may also impact, right? Like സ്നോ ആയ കാരണം ചിലപ്പം ട്രാഫിക് ചിലപ്പോൾ കുറവായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ ഒരു എക്സ്പീരിയൻസ് ഇപ്പോൾ പറഞ്ഞ ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഷോയിങ്സ് വന്നിട്ടുണ്ട്. ബട്ട് ഓഫേഴ്സ് ബീൻ രജിസ്റ്റേർഡ് were too low. സോ അതാണപ്പം. പിന്നെ എനിക്ക് തോന്നുന്നു മൈക്രോ മാർക്കറ്റിന്റെ കാര്യം നമുക്ക് ഇവിടുന്ന് പറഞ്ഞു പോകാൻ തോന്നുന്നല്ലേ? അതെങ്ങനെയാണ് ഇപ്പോൾ GTA നമ്മൾ ഇതാണ് ഓവറോൾ ഇതാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇത് തന്നെയാണോ ഓഡിയൻസിന് ഒരു സംശയം വരും, ഓക്കെ GTA നമ്മൾ ഇങ്ങനത്തെ ഒരു ട്രെൻഡ് നമ്മൾ പറയുന്നു, ഇതൊക്കെ തന്നെ ഇപ്പം സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഏരിയ നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു മാർക്കറ്റ് ലെറ്റ്സ് സേ അജാക്സ് ഓർ ലെറ്റ്സ് സേ സ്കാർഡ്രോ അങ്ങനെ എടുക്കുവാണെങ്കിൽ ഈ ഒരു ട്രെൻഡ് തന്നെ ആയിരിക്കുമോ നമുക്ക് കാണാൻ പറ്റുന്നത്? അത് ഡിപ്പെൻസ്. കാര്യം ജനറലി ബാലൻസ്ഡ് മാർക്കറ്റാന്ന് പറഞ്ഞാലും ലോക്കൽ ഏരിയ അനുസരിച്ച് ഐദർ ഇറ്റ് വിൽ ബി സെല്ലേഴ്സ് മാർക്കറ്റ് or it will be balanced or it will be buyers market. So ഒരു ഏരിയ എടുക്കുവാണെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ സെയിൽസ് ടു ന്യൂ ലിസ്റ്റിംഗ് വെച്ചിട്ടാണ് ആ ഏരിയയിലെ മാർക്കറ്റ് എന്നാണ് പറയുന്നത്. സോ ടിപ്പിക്കലി ഡിപ്പെൻസ് എന്നേ പറയാനൊക്കത്തുള്ളൂ. ഇഫ് യുനോ ഇപ്പോൾ ഒരു ഏരിയ തരുവാണെങ്കിൽ വി ക്യാൻ ഡെഫിനറ്റ്ലി ഡിഗ് ഇൻ ടു ഇറ്റ് ആൻഡ് പുൾ ഔട്ട് ദ നമ്പേഴ്സ്. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ന്യൂ ലിസ്റ്റിംഗ്സ് കമ്മിങ്, വാട്ട് ഇസ് ദ സെയിൽസ്, അത് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇത് ഫോളോ ചെയ്യുമെന്ന് തോന്നുന്നു. ഐ മീൻ ഈ ഒരു ട്രെൻഡ് ആണെങ്കിൽ ഒരു GTA മൊത്തത്തിലൊരു ട്രെൻഡ് ആണെങ്കിൽ ആ ഒരു ലോക്കൽ മാർക്കറ്റിലെ ട്രെൻഡ് പതുക്കെ ഇത് ഫോളോ ചെയ്യുമായിരിക്കും അല്ലേ? ഓക്കെ ദാറ്റ്സ് ഗുഡ്. So what else? Anything else that we want to cover here? I mean, from a ground reality perspective, do you have anything else to cover? അത്രേ ഉള്ളൂ. ഈ പറയുന്ന പോലെ more inventory is coming into the market. That's good for buyers. Good for buyers. And also overbidding, ചില കേസിലൊക്കെ overbidding, there's more proper bidding നടക്കുന്നുണ്ടല്ലേ? എങ്കിലും സെല്ലേഴ്സ് വിചാരിക്കുന്ന പോലെ they are not getting the price. Overbiddingൽ 200,000 300,000 more than over asking ഒന്നും ഇല്ല. പക്ഷെങ്കിൽ ഡെഫിനറ്റ്ലി മോർ ഷോയിങ്സ് നടക്കുന്നുണ്ട്, മോർ ഓഫേഴ്സ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ സെയിൽ നടക്കുന്നത് ഇറ്റ്സ് സ്റ്റിൽ കറക്റ്റിംഗ്. ഇറ്റ്സ് നോട്ട് ആവറേജ് സെയിൽസ് പ്രൈസ് ഇസ് സ്റ്റിൽ around 1.18. So it's so important to, I mean, സെല്ലേഴ്സിനാണെങ്കിൽ സ്റ്റേ ചെയ്തിടുക അല്ലെങ്കിൽ അവർ മാർക്കറ്റ് ചെയ്യുക, അതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സമയമാണെന്ന് തോന്നുന്നു. കൂടുതൽ ബയേഴ്സിനെ അട്രാക്ട് ചെയ്യാനും ഓഫർ കിട്ടാനും വേണ്ടി അല്ലേ? ഓക്കെ. ബയേഴ്സ് പറയുന്ന പോലെ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് എ മേജർ ഫാക്ടർ. അവരുടെ ബയിങ് പവറിനെ കൺട്രോൾ ചെയ്യുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയും എന്നുള്ള സ്പെക്കുലേഷനിലായിരിക്കും ഈ സ്പ്രിംഗ് മാർക്കറ്റിൽ ആൾക്കാർ വിന്റർ കഴിഞ്ഞിട്ട് ചാടി വരുന്നത്. പക്ഷേ ദേ ആർ ലിമിറ്റഡ് ബൈ ദെയർ ബയിങ് പവർ ബിക്കോസ് ഓഫ് ദ ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്. ഹോപ്പിംഗ് ദാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്സ് വരുവാണെങ്കിൽ ദേ ക്യാൻ സ്കൂപ്പ് സംതിങ് അപ്പ്. അത് BOCക്കും അറിയാം. അതുകൊണ്ടാണ് BOC is reluctant to cut the rate because they are afraid that നമ്മുടെ housing market will heat up again, right? And then it will go out of thing. That's why they are very cautious. Okay, that's a good point actually. 2023 അതാണല്ലോ നമുക്ക് സ്പ്രിംഗ് മാർക്കറ്റിൽ പെട്ടെന്ന് കണ്ടതാണ്. അത് വീണ്ടും ഒരു ജൂണിലായപ്പോഴത്തേക്ക് വീണ്ടും അവർക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടേണ്ടി വന്നു. That's good to know. So I think we can go to the next section, which is the mortgage rate that we introduced, right? In the last video. So mortgage rate നോക്കുവാണെങ്കിൽ നമ്മുടെ പ്രൈം റേറ്റ് ഇപ്പോൾ 7.2 ആണ്. It's been 7.2 for a while, and Bank of Canada is holding the rate at 5%. അപ്പം നമ്മളിപ്പം ഒരു ബൈ വീക്ക്ലി ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ബേസിക്കലി ആസ് ഓഫ് മാർച്ച് 23 there is compared to March 9th pretty much there is no change. അപ്പോൾ yellow highlight എന്ന് വെച്ചാൽ in last 2 weeks there has been no change in the popular terms 5-year fixed, 5-year variable, 1-year fixed, 1-year variable. For across all the mortgage types. Mortgage types in the definition നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. So if ആർക്കെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ we can watch our other video and get more information. അപ്പോൾ ഇപ്പോഴും we are at March 23 എടുത്തു കഴിഞ്ഞാൽ for 5-year fixed insurable we are at 4.99, uninsurable we are at 5.44. പിന്നെ 5-year variable ഇപ്പോഴും നമ്മൾ പ്രൈം മൈനസ് 0.95, പ്രൈം മൈനസ് 0.95, പിന്നെ അൺഇൻഷുറബിളിനകത്ത് പ്രൈം മൈനസ് 0.45. പിന്നെ 1-year ഫിക്സ്ഡും 3-year ഫിക്സ്ഡിനകത്ത് വി ആർ ഇൻഷുർഡിനകത്ത് വി ആർ അറ്റ് 6.59, ഇൻഷുറബിളിനകത്ത് വി ആർ അറ്റ് 6.93, ആൻഡ് അൺഇൻഷുറബിളിനകത്തും വി ആർ അറ്റ് 6.93.
Okay. Okay. And 3-year fixed natha we are at 5.09 for insured. Yeah. Uninsured uninsurable we are at 5.49. Yeah. Yeah, that's what the mortgage rates are. Yeah, I think if you continue to get the good economy data, അപ്പം ബോണ്ട് സീൽസിനെ ബോണ്ട് yield കുറയ്ക്കാനും അതുവഴി ഫിക്സ്ഡ് റേറ്റ് ഒക്കെ കുറയാനുള്ള സാധ്യതയൊക്കെ ഉണ്ടല്ലേ? We are hoping that fixed rate will come down depending upon more bond yields കുറയുവാണെങ്കിൽ it should come down. So hopefully in the next week, in the next video, hopefully there should be some change in the fixed rate. Okay. Okay, we'll continue to track for sure. Yeah. Okay, I think that's what pretty much it was. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? I think we covered everything. Okay. Other than that, എല്ലാവർക്കും wish you everybody a great week ahead. Yeah. And we'll be back with more information, and we are also planning to add more contents that add value to you. Yeah. Well, if you want us to add anything that you are specifically looking for, let us know. We'll be happy to cover that. Yeah. Other than that, I think we can wrap up. Yeah, I think thank you again for all your support. This is Max Thomas. This is Rinson Matthews. Stay safe.